New Delhi is rolling out the red carpet today. Dubai's Crown Prince Sheikh Hamdan is visiting. He's on a 2-day visit. This is his first trip to India. ഇന്ത്യ UAE ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനമായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഭാരത് മാർട്ട് എന്ന് പറയുന്നത്. അത് അടുത്ത വർഷം ഡിസംബറിൽ കംപ്ലീറ്റ് ആവാൻ പോവാണ്. ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ദുബായിൽ വ്യാപാരം നടത്താൻ സഹായിക്കുന്ന ഭാരത് മാർട്ട് 2026 അവസാനം തുറക്കും. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ദുബായിൽ ഡിസ്പ്ലേ ചെയ്യാനും ട്രേഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഭാരത് മാർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഭാരത് മാർട്ട്? ഇന്ത്യ UAE ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനമായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഭാരത് മാർട്ട് എന്ന് പറയുന്നത്. അത് അടുത്ത വർഷം ഡിസംബറിൽ കംപ്ലീറ്റ് ആവാൻ പോവാണ്. ദുബായിൽ ചൈന ഇംപ്ലിമെൻറ്റ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത്. അത് ദുബായിലുള്ളവർക്ക് അറിയാം. ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഷോപ്പിംഗ് മോളാണ്. ഏകദേശം 40 മില്യൺ കസ്റ്റമേഴ്സ് ആണ് ഒരു വർഷം ഡ്രാഗൺ മാർട്ട് വിസിറ്റ് ചെയ്യുന്നത്. ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത് ഒരു B2B B2C ചൈന പ്രൊഡക്ട്സുകൾ ദുബായിൽ ഡിസ്പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ദുബായിൽ ട്രേഡ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് സെന്ററാണ്. ഏകദേശം 6000 ഷോപ്പുകളും 8200 പാർക്കിംഗ് സ്പേസും ഡ്രാഗൺ മാർട്ടിലുണ്ട്. എന്തിനാണ് ഡ്രാഗൺ മാർട്ട് ദുബായിൽ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ വളരെ സിമ്പിളാണ്. ദുബായ് എന്ന് പറയുന്നത് ഒരു ലോജിസ്റ്റിക് കോറിഡോറാണ്. എല്ലാ രാജ്യത്തെ ആളുകളും വന്നിട്ട് ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, ലോജിസ്റ്റിക് ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഒരു ഹബ്ബാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹബ്ബാണ് ജബൽ അലി പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള ചൈനീസ് പ്രൊഡക്റ്റുകളുടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് ദുബായിൽ ചൈന ഡ്രാഗൺ മാർട്ട് സ്ഥാപിച്ചത്. ഇപ്പോൾ ഡ്രാഗൺ മാർട്ട് 1 ഉണ്ട്, ഡ്രാഗൺ മാർട്ട് 2 ഉണ്ട്. നമ്മൾ ഡ്രാഗൺ മാർട്ട് ഇപ്പോൾ വിസിറ്റ് ചെയ്താൽ കാണാൻ പറ്റും. ഏകദേശം 1.5 കിലോമീറ്റർ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഷോപ്സ് ഉണ്ട്. അത്രയും എക്യുപ്മെന്റ്സ്, അതായത് എല്ലാവിധ ടൂൾസ്, കിഡ്സിൻ്റെ ഐറ്റംസ്, എല്ലാ ഐറ്റംസിൻ്റെയും മേജർ ആയിട്ടുള്ള ചെറിയ ചെറിയ ഷോപ്സ് ഡ്രാഗൺ മാർട്ടിൽ അവൈലബിൾ ആണ്. ചൈനയിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഡ്രാഗൺ മാർട്ടിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ചൈനയിലുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ദുബായിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ പോയി കണ്ട് വിസിറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഡ്രാഗൺ മാർട്ട് എന്ന് പറയുന്നത്. ഇതേ കോൺസെപ്റ്റാണ് ഇപ്പോൾ ദുബായും ഇന്ത്യയുമായിട്ട് ചേർന്നിട്ട് ഭാരത് മാർട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത വർഷം 2026 ഡിസംബറോടുകൂടി ഭാരത് മാർട്ട് കംപ്ലീറ്റ് ആവും. എന്താണ് ഭാരത് മാർട്ട്? നമുക്ക് എല്ലാവർക്കും അറിയാം, റീസെന്റ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യ വിസിറ്റ് ചെയ്തത്. ഇന്ത്യ UAE നോൺ പെട്രോളിയം ട്രേഡ് 2030 കൂടി 100 ബില്യൺ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഷെയ്ഖ് ഹംദാൻ ഇന്ത്യ വിസിറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ വേറെ പല മാറ്റേഴ്സും ഉണ്ടാവും. പക്ഷേ മേജറായിട്ട് ട്രേഡിംഗ് ഇൻക്രീസ് ചെയ്യുക, ഇന്ത്യ UAE ബന്ധം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തിലാണ് ഭാരത് മാർട്ട് ദുബായിൽ വരുന്നത്. ഭാരത് മാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും, ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ദുബായിൽ ഷോക്കേസ് ചെയ്യാൻ അല്ലെങ്കിൽ ദുബായിൽ ഡിസ്പ്ലേ ചെയ്യാനും ട്രേഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഭാരത് മാർട്ട് എന്ന് പറയുന്നത്. ഭാരത് മാർട്ടോട് ഉദ്ദേശിക്കുന്നത് B2B B2C ബിസിനസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു ഗ്ലോബൽ ഹബ്ബായിട്ടുള്ള ദുബായിൽ ഒരു ഷോപ്പിംഗ് മോൾ, ആ ഷോപ്പിംഗ് മോളിൽ അക്രോസ് ദ ഗ്ലോബ് എല്ലാവർക്കും വന്ന് പ്രൊഡക്റ്റുകൾ കാണാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതിലൂടെ ഇന്ത്യയിലെ പ്രൊഡക്റ്റുകൾ ദുബായിലൂടെ ട്രേഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഇന്ത്യയിലെ GDPയെയും ഹെൽപ്പ് ചെയ്യും, അതുപോലെ ദുബായിലെ GDPയെയും ഹെൽപ്പ് ചെയ്യും. കാരണം ദുബായിലൂടെയാണ് ട്രേഡിംഗ് നടക്കുന്നത്, ഇന്ത്യയിലെ പ്രൊഡക്റ്റ് ആണ് ദുബായിൽ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളിലെ ട്രേഡിങ്ങിന് ഇത് വലിയൊരു ഉപകാരമായി മാറും. ഭാരത് മാർട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നത് ദുബായ് ജബൽ അലി പോർട്ടിലാണ്. അതുകൊണ്ട് തന്നെ DP വേൾഡ് ആണ് അത് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യുന്നത്. അബ്ദുള്ള അൽ ഹാഷ്മി, CEO ഓഫ് DP വേൾഡ്, ഓൾറെഡി ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2.7 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ഭാരത് മാർട്ടിന്റെ സൈസ് വരുന്നത്. ജബൽ അലി പോർട്ടിനകത്താണ് ഭാരത് മാർട്ട് വരുന്നത്. അടുത്ത വർഷം ഡിസംബറിന് മുമ്പായിട്ട് ഭാരത് മാർട്ട് കംപ്ലീറ്റ് ആവും. ഭാരത് മാർട്ട് എന്ന് പറയുന്നത് ഒരു വെയർ ഹൗസ് കോൺസെപ്റ്റ് ആണ്. വെയർ ഹൗസിൽ ഓഫീസ് സ്പേസുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസ്പ്ലേ സ്റ്റോറുകൾ ഉണ്ടാവും. അങ്ങനെ പല പല സെറ്റപ്പുകൾ ഭാരത് മാർട്ടിനകത്തുണ്ടാവും. ലെറ്റ്സ് സേ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗാർമെന്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി, ഓക്കെ, ആഫ്രിക്കയിലോ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലോ ഇരിക്കുന്ന ഒരു ബയ്യർക്ക് ഇന്ത്യയിൽ വന്നൊരു പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ ഇന്ത്യയിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉള്ളത്, ആ എല്ലാ പ്രൊഡക്റ്റുകളും ഭാരത് മാർട്ടിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ത്യയിൽ പോയിട്ട് ഒരു പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുന്നതിന് പകരം ഭാരത് മാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓരോ സെക്ടറായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ആവശ്യം, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഒരു ഷോപ്പ് ഭാരത് മാർട്ടിൽ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ജബൽ അലി പോർട്ടിനും അതൊരു ബെനിഫിറ്റ് ആണ്, ദുബായ് ഗവൺമെന്റിനും ഒരു ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെയും ദുബായുടെയും ട്രേഡിങ്ങും ഇതിലൂടെ ഇൻക്രീസ് ആവും. ഇതുകൊണ്ട് റിയൽ എസ്റ്റേറ്റിന് എന്ത് ഉപകാരം ഉള്ളതെന്ന് വെച്ചാൽ ഡ്രാഗൺ മാർട്ട് വന്നതിലൂടെ ആ ഏരിയയിൽ, ഇപ്പോൾ ക്രീക്ക് ഹാർബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദുബായ് ലാൻഡ് ആയിക്കോട്ടെ, ആ ഏരിയയിലൊക്കെ ഒരുപാട് ചൈനീസ് ആളുകൾക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റീസ് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ക്രീക്ക് ഹാർബർ നമ്മൾ ചെക്ക് ചെയ്താൽ ക്രീക്ക് ഹാർബർ എന്ന MRന്റെ കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ MRന്റെ ആ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും അധികം ആളുകൾ പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നത് ചൈനീസാണ്. അപ്പോൾ ചൈനീസ് ആ പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ റെന്റ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ ഒരു റെന്റൽ പൊട്ടൻഷ്യലും പ്രോപ്പർട്ടി റിക്വയർമെന്റും വരും. ഭാരത് മാർട്ട് വരുന്നതിലൂടെ 2.7 മില്യൺ സ്ക്വയർ ഫീറ്റ് ഒരു പ്രൊജക്റ്റാണ് ഭാരത് മാർട്ട്. അപ്പോൾ അതിൽ അവിടെ വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവർക്കൊക്കെ ആ ഏരിയയിൽ
ഒരു റെസിഡൻഷ്യൽ റിക്വയർമെൻറ്റ് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവന് ഏറ്റവും അടുത്തുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജബലലി ഡൗൺ ടൗൺ ആണ്. അപ്പോൾ മെട്രോ എക്സ്റ്റൻഷനും ജബലലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാം ജബലലി വരുന്നുണ്ട്, ഭാരത് മാർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ ആ ജബലലി ഡൗൺ ടൗൺ അല്ലെങ്കിൽ സൗത്ത് സൈഡ് ഓഫ് ഷെയ്ഖ് സായദ് റോഡിൻ്റെ UAE എക്സ്ചേഞ്ച് മെട്രോ സ്റ്റേഷനും അതിനോടനുബന്ധിച്ച് പാം ജബലലി, ഭാരത് മാർട്ടൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഏരിയയിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി റിക്വയർമെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചറിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒബ്വിയസ്ലി ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി സെമി ഗവൺമെൻറ് ഡെവലപ്പർ ആയിട്ടുള്ള ദയാറിൻ്റെ എലീവ് എന്നൊരു പ്രൊജക്റ്റ് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചവർക്കും ഫ്യൂച്ചറിൽ ഒരു ഡൗൺ ദ ലൈൻ 7 to 9 ഇയേഴ്സിനകത്ത് ഭാരത് മാർട്ട് വരുന്നു, ആ പാം ജബലയിൽ കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ആ ഏരിയയിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ റിക്വയർമെൻറ്റ് വരും. അപ്പോൾ ഇപ്പോൾ ഒരു എൻട്രി ഫേസ് ആണ്, വളരെ ചെറിയ പ്രൈസിന് ആ ലൊക്കേഷനിലൊക്കെ പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഭാരത് മാർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച വിലയ്ക്കൊന്നും പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റിനും ഈ ഭാരത് മാർട്ട് വരുന്നതുകൊണ്ട് ജബലലി ലൊക്കേഷൻസിൽ നല്ലൊരു ഇൻക്രീസിനുള്ള പ്രോപ്പർട്ടി അപ്രീസിയേഷനുള്ള സ്കോപ്പും പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ റിക്വയർമെൻറ്റ്സ് റെൻ്റൽസിനൊക്കെ വളരെ റിക്വയർമെൻറ്റ് വരാനുള്ള സാധ്യതയും ഈ പറയുന്ന പോലെ ഭാരത് മാർട്ട് വരുന്നതുകൊണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഇനി വരാൻ പോകുന്ന പുതിയ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ വരും വീഡിയോയിൽ പറയും. അതുപോലെ തന്നെ ഭാരത് മാർട്ടിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ എന്താണ് ഭാരത് മാർട്ടിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഭാരത് മാർട്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരം ഉണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ദുബായിൽ ഇനിയും ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്, വിഷണറി ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദുബായിൽ വരുന്ന എല്ലാ ന്യൂസുകളും നമ്മൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.